ഓക്കെ, ഹായ് ഡിയേഴ്സ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ LBSലെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എല്ലാം കണ്ടു കാണുമല്ലോ അല്ലെ? അപ്പൊ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസുകൾ നന്നായിട്ട് മനസ്സിലാക്കി. ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് ഉള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അതായത് LBSന്റെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് നമ്മൾ ഇനി നടത്താൻ പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പല കുട്ടികളുടെയും സംശയമായിരുന്നു, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്താണ് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അതായത് LBSന്റെ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് മാനേജ്മെന്റ് സീറ്റ്സ് ഇൻ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കൊക്കെ തന്നെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് ആണ് ഉണ്ടാകുന്നത്. അതായത് ആ അലോട്ട്മെന്റ് പ്രോസസ്സ് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെയാണ് നടത്തപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന പരിചയമുള്ള ഒരു വാക്കാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം. നമ്മൾ +2 ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് വെബ്സൈറ്റ് ആണ്. അത് നിങ്ങൾക്കറിയാം, lbscenter.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ രജിസ്റ്ററിംഗ് ഓപ്ഷൻസ് എന്നുള്ള ഒരു ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് ഇതുവരെ വന്നിട്ടില്ല, വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ രജിസ്റ്ററിംഗ് ഓപ്ഷൻസുകളാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പം എന്താണ് രജിസ്റ്ററിംഗ് ഓപ്ഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ടാവും. ആ കാൻഡിഡേറ്റ്സ് ലോഗിനിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ലിങ്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ലിങ്കുകൾ വരുന്ന മുറയ്ക്ക് ഇപ്പൊ നോക്കിയാൽ കാണില്ല, ലിങ്ക് വന്നിട്ടില്ല, അത് വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ ഒരു LBSന്റെ ടൈം പീരീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടൈം പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ വിദ്യാർത്ഥികളെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് ഡ്യൂട്ടി കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏതൊക്കെ കോളേജുകളാണ് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ, ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. കാരണം വിവിധ തരം കോളേജുകളുണ്ട്. നമുക്ക് ആവശ്യം നമ്മുടെ വീടിനോട് അടുത്തിട്ടുള്ളത്, ഇനി അഥവാ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഒപ്പം തന്നെ അവിടുത്തെ ഫെസിലിറ്റീസ്, കാര്യങ്ങൾ, സൗകര്യങ്ങൾ, ഫീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫീസ് ഘടന, ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിരിക്കണം. അപ്പൊ വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ 3 അലോട്ട്മെന്റ് പ്രോസസ്സുകളാണ് ഉണ്ടാവുക. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ സ്പോട്ട് അലോട്ട്മെന്റും ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതിന്റെ തൊട്ടു മുന്നേ ആയിട്ട് നമുക്കൊരു ട്രയൽ അലോട്ട്മെന്റും ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഓപ്ഷൻസുകൾ, എങ്ങനെയാണ് ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യാൻ നോക്കാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, കോളേജ്, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻസുകൾ. അപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ആലോചിക്കേണ്ടതാണ്. ഒരു കോളേജിന്റെ ഡിസ്റ്റൻസ്, ഫീസ്, അതിലുള്ള അവൈലബിലിറ്റി, ഫാക്കൽറ്റിയുടെ അവൈലബിലിറ്റീസ്, ഇത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഒരു കോളേജ് സെലക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണെന്ന് നോക്കാം, അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് വരുന്നതിന്റെ തൊട്ടു മുന്നേ, ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നന്നായിട്ടൊരു സ്റ്റഡി ചെയ്യാം. അപ്പൊ ട്രയൽ അലോട്ട്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് അത് ഓപ്ഷൻസുകൾ റീഅറേഞ്ച്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻസ്, നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജ്, ഒരു കോഴ്സ് സെലക്ട് ചെയ്തു, അതേ കോളേജിൽ തന്നെ വേറൊരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. മൂന്നാമത്തെ ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ നടത്തുന്ന സമയത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ്. അപ്ലിക്കേഷൻ നമ്പർ, അത് ഒരു 7 ഡിജിറ്റ് നമ്പറാണ്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒരു രജിസ്ട്രേഷൻ ID ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ആപ്ലിക്കേഷൻ നിങ്ങൾ
രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ID നിങ്ങൾക്ക് കിട്ടും, ഒപ്പം തന്നെ നിങ്ങളുടെ പാസ്വേഡും. ഇതൊന്നും ഒരിക്കലും എൻക്ലോസ് ചെയ്യാൻ പാടില്ല, അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയുന്നു. നിങ്ങൾ ലോഗ് ഓൺ ടു ദി കാൻഡിഡേറ്റ് പോർട്ടൽ ആണ് ത്രൂ വെബ്സൈറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ്, ലോഗ് ഓൺ ടു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജ് യൂസിങ് കീ നമ്പർ ആൻഡ് പാസ്വേഡ്. തേർഡ് സ്റ്റെപ്പ്, രജിസ്റ്റർ ഓപ്ഷൻസ്. ഇനി ഓരോ ഓപ്ഷനുകളും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കോഴ്സ്, കോളേജ് അതൊരു ഓപ്ഷനാണ്, അത് നമ്പർ 1. അടുത്ത കോഴ്സ് കോളേജ് നമ്പർ 2, അടുത്ത കോഴ്സ് കോളേജ് നമ്പർ 3. അപ്പോഴൊക്കെ നിങ്ങൾ സേവ് ദി ഓപ്ഷൻ രജിസ്ട്രേഡ്. അഥവാ കറണ്ട് പോവുകയോ അല്ലെങ്കിൽ നെറ്റ് കട്ടാവുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്ത പണി വെറുതെ പോകും. അതുകൊണ്ട് സേവ് ദി ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ തന്നെ വ്യൂ ബട്ടൺ ഉണ്ടാവും. അവിടെ നിങ്ങൾ ചെയ്ത ഓപ്ഷൻസുകളൊക്കെ തന്നെ വ്യൂ ചെയ്യാം. ആൻഡ് പ്രിന്റ് ദ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻ. എപ്പോഴും നമ്മൾ പ്രിന്റ് ഔട്ട് സൂക്ഷിച്ച് വെക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന പ്രിന്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഓപ്ഷൻസുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗ് ഓഫ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും ലോഗ് ഔട്ട് ചെയ്യണം, കാരണം നമുക്ക് അത് മിസ്യൂസ് ചെയ്യപ്പെടാവുന്നതാണ്. അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കുക. നമുക്കിനി നിങ്ങൾക്ക് അത് ഈ ഒരു LBS പറഞ്ഞ സമയത്തിനുള്ളിൽ ഓപ്ഷനുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റണമെങ്കിൽ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റും ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് റീഅറേഞ്ച്മെന്റും. ഇനി നിങ്ങൾക്ക് ചില ഓപ്ഷനുകൾ വേണ്ട എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് തൊട്ടു മുന്നായിട്ട് ഒരു ട്രയൽ അലോട്ട്മെന്റ് വരും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഏത് കോളേജുകൾക്കൊക്കെയാണ് കിട്ടിയത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. ഇത്ര റാങ്കുള്ള കുട്ടികളവരെ ഓരോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് വീണ്ടും നിങ്ങൾക്ക് ഓപ്ഷനുകൾ റീഅറേഞ്ച്മെന്റ് ചെയ്യാവുന്നതാണ്. ട്രയൽ അലോട്ട്മെന്റ് ഒരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ളതല്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ്സ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓപ്ഷൻസുകൾ മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് തൊട്ട് മുന്നെയാണ് ട്രയൽ അലോട്ട്മെന്റ് വരിക. അതെല്ലാം നമ്മൾ നിങ്ങളിലേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് 3 റെഗുലർ ഓൺലൈൻ അലോട്ട്മെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഓരോ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യണം. നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എത്ര ഫീസാണ് അടയ്ക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഹോം പേജിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ കുട്ടികളെ വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ പേയ്മെന്റ് സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓൺലൈനായിട്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അത് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അഥവാ നിങ്ങൾ അത് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലേക്കോ ഒന്നും തന്നെ പോകുന്നതായിരിക്കില്ല. നിങ്ങൾ അവിടെ തന്നെ നിങ്ങളുടെ എല്ലാ അലോട്ട്മെന്റും ക്യാൻസൽ ചെയ്ത് പോകുന്നതാണെന്ന് ശ്രദ്ധിക്കാം. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മളൊരു 60 ഓപ്ഷൻസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 40ാമത്തെ ഓപ്ഷൻസ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് 41 മുതൽ 60 വരെയുള്ള ഓപ്ഷൻസുകൾ ഡിലീറ്റ് ഓട്ടോമാറ്റിക്കലി റിമൂവ് ഫ്രം ദി ഓപ്ഷൻ ലിസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് 1 to 39 വരെയുള്ള ഓപ്ഷൻസുകൾ സേവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കാം. അതായത് നമുക്ക് 60 ഓപ്ഷൻസുകളാണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാണ്, 60ാമത്തെ ഓപ്ഷനിൽ 40ാമത്തെ ഓപ്ഷൻസ് ആണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ 41 മുതൽ 60 വരെയുള്ള ഓപ്ഷൻസുകൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. പിന്നെ 1 മുതൽ 39 വരെയുള്ള ഓപ്ഷനുകൾ സേവ് ചെയ്യുന്നതാണ്. അതനുസരിച്ച് അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തി റീഅറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റ്. തേർഡ് അലോട്ട്മെന്റിലും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് മുകളിലാണെങ്കിൽ തൊട്ട് താഴെയുള്ള അലോട്ട്മെന്റുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തു പോകുന്നതായിരിക്കും. ഇനി സ്പോട്ട് അലോട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യുവാൻ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോളേജിലേക്ക് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങൾ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും താഴെയുണ്ട്. നിങ്ങൾക്ക് അതിലൂടെയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദം തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. Thank you for watching.